മുഹറമിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് 3 കാര്യങ്ങളാണ്. പെട്ടെന്ന് കടന്നു പോകുന്ന ഈ കാലത്ത് ഒന്ന് അത്തൗബത്തു സാദിഖ, സത്യസന്ധമായ പശ്ചാത്താപം. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നാം ചെയ്യുന്ന തെറ്റുകളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു ദൃഢമായ തീരുമാനം. പലപ്പോഴും എടുത്തിട്ട് മാറിപ്പോയ നമുക്ക് നിലനിർത്താൻ കഴിയാത്ത ആ തീരുമാനത്തെ നമ്മൾ ഇനി ഉറപ്പിച്ചെടുക്കേണ്ട ഒരു സമയമാണ് ഈ സന്ദർഭം. അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാ ദിവസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ അങ്ങനെയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യരായിട്ടുള്ള സത്യവിശ്വാസികൾ ആ അത്താഴ സമയങ്ങളിൽ അവർ അള്ളാഹുവോട് കാവലിനെ, പാപമോചനത്തെ തേടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, അപ്പൊ ഒന്ന് ആ തൗബത്തു സാദിഖ, ഏറ്റവും സത്യസന്ധമായ തൗബ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഒരു ആത്മപരിശോധന. ഫറളായി നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ തന്നെ വീഴ്ച വരുന്നുണ്ടോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം, നിർബന്ധമായി. അപ്പൊ കുറെ ഹാജിമാര് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി. നമ്മൾ ഹജ്ജിന് പോകേണ്ടവരായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ മരണം എപ്പോഴും നമുക്കറിയാം. ഹജ്ജിന് പോകേണ്ടവരായിരുന്നു. അതിന്റെ സൗകര്യങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പണമൊക്കെ ഉണ്ടായിട്ടും പോകാതിരുന്നോ എന്ന് നമ്മളോട് ചോദിക്കണ്ടേ? മരിക്കും മുമ്പ് ചില കടമകൾ നമ്മൾ നിറവേറ്റേണ്ടതില്ലേ? നമ്മുടെ സക്കാത്ത് കൃത്യതയോടെ നമ്മൾ നൽകുന്നുണ്ടോ? നമ്മുടെ നോമ്പുകൾ അതിന്റെ ശരിയായ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയതും വീട്ടി നമ്മുടെ കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ നമ്മുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, നമുക്ക് പേരക്കുട്ടികൾ ഉണ്ടാകാം, അവർക്ക് വല്ല വസിയത്തുകൾ നമ്മൾ നിർവഹിക്കാനുണ്ടോ? നമ്മൾ മരിക്കുകയില്ലെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോ ചിലപ്പോ മകൻ മരിച്ചാലും നമ്മൾ ഓർത്തു നിൽക്കും, ഒരു വസിയത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. ചില കടമകളും ഫർളുകളും ഇന്നു രാത്രി കണ്ണടച്ചാലും ഞാൻ എന്റെ കടമകൾ നിർവഹിച്ചാണ് റബ്ബേ നിന്നിലേക്ക് വരുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് കലണ്ടറുകൾ മാറുമ്പോൾ നാം യഥാർത്ഥത്തിൽ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അൽ വസ്നു യൗമഇദിനിൽ ഹഖ്, തൂക്കി നോക്കുക എന്നൊരു പരിപാടി നാളെ പരലോകത്തുണ്ട് സുഹൃത്തുക്കൾ. അതെന്താ തൂക്കി നോക്കുന്നത്? ഓരോ ദിവസം പിന്നിടുമ്പോഴും ആ ദിവസങ്ങൾ എനിക്ക് കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരോടൊപ്പം ജീവിക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞൊരു ദിക്ർ പോലും ചെല്ലാതെ എഴുന്നേറ്റോടുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കർമ്മം കനം തൂങ്ങാൻ തുലാസിൽ എന്തുണ്ടാകും? ഓരോ ദിവസങ്ങളിലും ദിക്റുകളും ദുആകളും കർമ്മങ്ങളും ഇബാദത്തുകളും കൊണ്ട് നമ്മുടെ തുലാസ് കനം തൂങ്ങേണ്ടതുണ്ട്. അൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ തഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസാണോ കനം തൂങ്ങിയത് അവരാ വിജയിക്കുക. അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ അവസാനം 5 മിനിറ്റ് ആകുമ്പോൾ പരീക്ഷയ്ക്ക് കാവൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ പറയും, കുട്ടികളെ സമയം തീർന്നു, നിങ്ങൾ ആ രജിസ്റ്റർ നമ്പർ ശരിക്കും എഴുതിയോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കൂ എന്ന് പറയുമ്പോഴാണ് പലരും എഴുത്തിന്റെ തീവ്രത, പേപ്പർ വാങ്ങലൊക്കെ 5 മിനിറ്റ്, അവസാനത്തെ 5 മിനിറ്റ്. അതെന്തേ 3 മണിക്കൂറും 2.5 മണിക്കൂറും ഉണ്ടായിട്ടെന്തേ അവസാനത്തെ 5 മിനിറ്റ്? അവസാനത്തെ 5 മിനിറ്റിന് കാത്തു നിൽക്കുകയാണോ? നമ്മുടെ തുലാസ് ഒന്ന് കനപ്പെടുത്താൻ സുഹൃത്തുക്കളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സമ്പത്ത് എത്രയുണ്ട് കയ്യിൽ? ആരോഗ്യമില്ലേ? സൗകര്യമില്ലേ? തൊട്ടടുത്ത് പള്ളിയില്ലേ? പ്രവർത്തിക്കാൻ വേദികളില്ലേ? ആളുകളിലേക്ക് ദീനെത്തിക്കുവാൻ മാർഗങ്ങളില്ലേ? പക്ഷേ നമ്മുടെ തുലാസ് മറ്റൊരാൾക്കൊരു ഹിദായത്ത് നമ്മളെ കൊണ്ട് കിട്ടി ഒന്ന് കനപ്പെടട്ടെ എന്ന് വിചാരിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ തീരുമാനിക്കണം. എപ്പോ കലണ്ടറുകൾ മാറി വരുമ്പോ നമുക്ക് ചെറിയൊരു ബേജാറ് വേണം. രണ്ടാമത്തെ ചിന്ത എന്താണ് സുഹൃത്തുക്കളെ? ഹിജ്റ വർഷമാണ് ആരംഭിക്കുന്നത്. ഹിജ്റ എന്ന മഹത്തായ ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഉണ്ട്. നമ്മളൊക്കെ കേട്ട കാര്യങ്ങളാണ്, പലപ്പോഴും ആവർത്തിക്കപ്പെട്ട കാര്യങ്ങൾ. എങ്കിലും സുഹൃത്തുക്കളെ, ആ ഹിജ്റ വലിയൊരു പാഠമല്ല. വറക്കത്ത് ബിൻ നൗഫൽ എന്ന ആളുടെ അടുക്കൽ വഹീ കിട്ടി. അതിനെക്കുറിച്ചൊന്ന് വിശദമായി അറിയാൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ ജനത പുറത്താക്കും, നീ ഈ ദഅവത്തുമായി ഇറങ്ങിയാൽ നിന്റെ ജനത നിന്നെ പുറത്താക്കും. ആ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സഹായിക്കുന്നതാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അത്തരം ഒരു മറുപടി. എന്താണ് ചോദിക്കുന്നത്? അമുഖ്രിജിയഹും, എന്റെ നാട്ടുകാർ, എന്റെ സ്വന്തക്കാർ, എന്റെ കുടുംബക്കാർ ഓരെന്നെ പുറത്താക്കുമെന്നാണോ പറയുന്നത് എന്നാ ചോദിക്കുന്നത്. സുഹൃത്തുക്കൾ, അതാണ് സംഭവിച്ചത്. എന്തായിരുന്നു ആ യാത്ര? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ആളുകൾ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും കൂടെ വന്ന് ആ സൗർ ഗുഹയിൽ നിൽക്കുന്ന രംഗം, മരണം മുന്നിൽ കാണുന്ന രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നാൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് തന്റെ വീടോ നാടോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അള്ളാഹ് കൂടെ ഉണ്ടായില്ലേ സുഹൃത്തുക്കളെ? അള്ളാഹ് കൂടെ പോയി, ഓരോ രംഗത്തിലും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഉമ്മു മഅബദിന്റെ വീട്ടിൽ കറവ് പറ്റിയ ആടിന്റെ അകിട്ടിൽ പാല് വന്നു. അങ്ങനെയാണ് അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സഹായം. സുറാഖയെ പലരും വഴിതിരിച്ചു വിട്ടിട്ടും കൂടെ എത്തി.
പക്ഷേ സുഹൃത്തുക്കളെ, പ്രവാചകരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സൗകര്യപ്പെട്ട് കിട്ടിയിട്ടു. വളരെയധികം സഹായങ്ങളോടുകൂടെ പ്രവാചകൻ അവിടെ എത്തി. ആദ്യം ഒരു പള്ളി നിർമ്മിച്ചു. പിന്നെയുള്ള മദീനയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തായിരുന്നു ആ കാത്തിരിപ്പ്? ആൾക്കാർ മദീനത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മഹബത്തോടുകൂടെ ആയിരുന്നു സുഹൃത്തുക്കളെ ആ കാത്തിരിപ്പ്. ജീവിതത്തിൽ ഒരാളെയും അവരങ്ങനെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അത്ര സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവരെന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു. അവിടെ ഒരു വാക്ക് നമുക്കുമുണ്ട് പാഠം. വീട് വിട്ടു പോണ്ട സുഹൃത്തുക്കളെ, മക്കളെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോണ്ട. പിന്നെ ഇന്നൽ മുഹാജിറ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹ് വേണ്ടാന്ന് പറഞ്ഞത് കുറച്ച് സന്തോഷവും ഇക്കിളികളും സുഖവും വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മനസ്സ്, അതെങ്കിലും ഹിജറ നമുക്ക് നൽകണ്ടേ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഉപേക്ഷിക്കുക. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാ വാക്കിന്റെ അർത്ഥം. ഉപേക്ഷിക്കുക, ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കുക. നമ്മുടെ മക്കളെയും കുട്ടികളെയും കുടുംബത്തെയൊന്നും ഉപേക്ഷിക്കണ്ട. മറിച്ച് എന്താണ്, നമ്മുടെ ദേഹേച്ഛകളെ, നമ്മൾ എത്രയോ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന നമ്മുടെ ദേഹേച്ഛകളെ, തിന്മകളെ, അതില്ലെന്നൊരു അസ്മ, ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം. അത് ഹിജ്റ നൽകുന്ന സന്ദേശങ്ങളിൽ പ്രധാനം. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊരു തീരുമാനം യഥാർത്ഥത്തിൽ വേണ്ടേ സുഹൃത്തുക്കളെ? രണ്ട് കാര്യം. ഒന്ന്, പെട്ടെന്ന് കലണ്ടറുകൾ മറിയുമ്പോൾ ഞാനും ഈ മറിച്ചിലിൽ ജീവൻ അവസാനിച്ചു പോകേണ്ടവനാണല്ലോ എന്ന മരണചിന്ത ജീവിതത്തിൽ നന്മകൾ നിറക്കുവാനുള്ള ഒരു പാഠം അത് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ത്യാഗപൂർണമായ നാട്ടിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകുന്നുണ്ട്. തിന്മകളിൽ നിന്ന് മാറി ജീവിക്കുവാനും ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുവാനുമുള്ള ഒരു മനസ്സ്. മൂന്നാമത്തെ ഒന്നുമുണ്ട് സുഹൃത്തുക്കളെ. ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി മദീനയിൽ വന്നു. ഫറഅൽ യഹൂദ യസൂം, അപ്പൊ ജൂതന്മാര് നോമ്പ് നോൽക്കുന്നതാണ് കണ്ടത്. കാരണം ഈ മാസത്തിലാണല്ലോ വരുന്നത്. ഹിജ്റ എന്ന് പറയുന്നതാണല്ലോ ഈ വർഷത്തിന്റെ ആരംഭം. അതായത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇങ്ങനെ പല രാജാക്കന്മാർക്കും കത്തയക്കേണ്ടി വന്നപ്പോൾ ആ കത്തില് ഡേറ്റ് വെക്കുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡേറ്റ് വെക്കാനില്ലാത്തപ്പോഴാണ് ഹിജ്റ കലണ്ടർ മഹാനായ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് എന്നതാണ് ഈ ഹിജ്റ വർഷത്തിന്റെ ആരംഭം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ഹിജ്റ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ നോമ്പ് നോൽക്കുന്നത് കണ്ടു. എന്ന് യസുമു യൗമ ആശുറ, മുഹറം 10 അന്ന് നോമ്പ് നോൽക്കുന്നത് കണ്ടു. എന്താണ് ഈ നോമ്പ്? കാലോർ പറഞ്ഞു, ഇതൊരു നല്ല ദിവസമാകും. അതായത് കടൽ കടന്ന് ഫിറൗനെയും കൂട്ടുകാരെയൊക്കെ മുക്കിക്കൊന്നിട്ട് കടൽ കടന്ന് ബനൂ ഇസ്രായേൽ രക്ഷപ്പെട്ട ആ ദിവസമാകുന്നു എന്ന്. അന്ന് മൂസാ നബി അലൈഹി സ്വലാം നോമ്പ് നോറ്റിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബി പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാളും മൂസയോട് കടപ്പെട്ടവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കും. നബി സാമഹു, നബി നോമ്പ് നോൽക്കുകയും മറ്റൊരു നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രചോദനവും അതേപോലെ തന്നെ മനസ്സമാധാനവും നൽകുന്ന ഒന്നാണ്. സൂറത്തു നാസിആത്തിലെ ചെറിയ സൂറത്തുകളിൽ വന്ന ഒരു ഭാഗമാണല്ലോ ഖുതുബിന്റെ തുടക്കത്തിൽ ഓതിയത്. നബിയോട് അല്ലാഹു ചോദിക്കാൻ, ഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ വർത്തമാനം നിനക്ക് വന്നു കിട്ടി. എത്ര കുറഞ്ഞ വചനങ്ങളിൽ ആ സമ്പൂർണമായ ആ ചരിത്രത്തെ മുഴുവനായിട്ട് അനാവരണം ചെയ്യുന്നുണ്ട് ഈ വചനങ്ങൾ. ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, ആ പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ച സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുന്നു. ആ യാത്ര, തന്റെ കുടുംബവുമൊത്തുള്ള യാത്രക്കിടയിൽ വെളിച്ചം തേടി എത്തുമ്പോൾ ആ പരിശുദ്ധമായ താഴ്വരയിലെത്തി അവിടെ നിന്ന് അള്ളാഹു നേരിട്ട് അല്ലാഹു മൂസാ തക്ലീമ, അള്ളാഹു നേരിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിക്കുന്ന സന്ദർഭം ഖുർആൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ഒരു നിയോഗമാണ് സുഹൃത്തുക്കളെ. ഫിർഔന്റെ അടുക്കലേക്ക് നിയോഗിച്ച് പറഞ്ഞേക്കണം. ആരാണ് ഫിർഔൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് നന്നായി അറിയാം. അവിടെ നിന്ന് വന്നതാണ്, ആ കൊട്ടാരത്തിൽ താമസിച്ചതാണ്. അവന്റെ അധികാരത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചും എല്ലാം അറിയാം. അവന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു പ്രബോധന ദൗത്യം. പ്രബോധകന്മാർക്കൊക്കെ പേടിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒരു ഹദീസിന്റെ അർത്ഥം പറഞ്ഞാൽ, ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല സുഹൃത്തുക്കളെ. ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടുകൂടെയും ശരിയായി പറയേണ്ടത് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അത് നമ്മുടെ മക്കളോട് പറയാൻ, നമ്മുടെ കുടുംബത്തോട് പറയാൻ, സുഹൃത്തുക്കളോട് പറയാൻ നമുക്ക് ധൈര്യം വേണം. മൂസാ നബി അലൈഹി സ്വലാമിന് ഫറോവയോട് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ ധൈര്യം ആരോടും ദീന് പറയാൻ ഉണ്ടാവേണ്ട ഒരു ധൈര്യമാകുന്നു. ഇന്നഹു തഗ, അവൻ അതിക്രമം കാണിച്ചിരിക്കുന്നു, അതിര് വിട്ടിരിക്കുന്നു എന്നാണ്. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. നോക്കൂ നിങ്ങൾ, ആ പ്രബോധനത്തിന്റെ ഒരു ശൈലി. നിനക്കൊരു സംസ്കരണം ഉണ്ടാകുന്നതിലേക്ക് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരട്ടെയോ? ഒരു ചോദ്യമാണ്.
നല്ല കുറച്ച് കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നാണ്. നിന്റെ റബ്ബിലേക്ക് ഞാൻ നിനക്ക് വഴി കാണിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ എത്ര മാറൂല നമ്മൾ വിചാരിക്കുന്ന ആളുടെയും മനസ്സിൽ ഒരു പക്ഷേ പടച്ചോനെ പേടിയുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അവന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ആരെയും തള്ളിക്കളയാൻ പറ്റില്ല, ഒരാളെയും തള്ളിക്കളയാൻ പറ്റില്ല. അവനൊന്നും ഇനി നന്നാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയവരെ കുറിച്ച് ആലോചിക്കുക, എല്ലാവരിലും മാറ്റം ഉണ്ടാവും. ഒരു 8, 10, 20 കൊല്ലക്കായി ഞാൻ അവളെ നേരാക്കാൻ നടക്കണം, ഇനി അവള് നേരാവൂല എന്ന് പലപ്പോഴും ഭാര്യമാരെ കുറിച്ച് പറയും, മാതാപിതാക്കളെ കുറിച്ച് പറയും. അങ്ങനെ കൈയൊഴിയാനായിട്ടില്ല സുഹൃത്തുക്കൾ. പറഞ്ഞു നോക്കുക, ഒരു പക്ഷേ അവനിലും മാറ്റമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആ ഫിർഔനിന്റെ ക്രൂരകൃത്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഫഅറാഹുൽ ആയത്തുൽ കുബ്ര. ഏറ്റവും വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഒരു മരത്തിന്റെ വടിയാണ്, പക്ഷെ നിലത്ത് വീണാൽ അത് സർപ്പമാണ്, എടുത്താലോ അതാ പഴയ വടിയായി. മാത്രമല്ല കയ്യിൽ ഏറ്റവും തിളങ്ങുന്ന ഒരു പ്രകാശം. ഇതൊക്കെ അന്നത്തെ സിഹറിന്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ ഈ 2 മുഅ്ജിസത്ത് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തു. നമുക്കറിയാം ഭയങ്കരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, ഈ സംഭവം അനാവരണം ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ചില സന്ദേശങ്ങളുണ്ട് പണ്ഡിതന്മാർ. അതായത് വിശ്വാസി ഒരു കാലത്തും ദുർബലനാവില്ല. അവന്റെ എതിരാളികളും പ്രതികൂലതകളും എത്ര ശക്തമായാലും അവൻ പിടിച്ചു നിന്നിരിക്കുന്ന. അപ്പൊ നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സുകൾ ആകുലപ്പെടാൻ പറ്റില്ല. പിന്നെ ശത്രുവിന്റെ കുതന്ത്രങ്ങൾ എത്ര ശക്തമായാലും വിശ്വാസിക്ക് പുറത്ത് കടക്കാൻ ഒരു മാർഗം ഉണ്ടായി കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റും. ആ പ്രതീക്ഷ നമ്മൾ കൈവിടും. ശത്രുവിന്റെ ആസൂത്രണങ്ങളും കുതന്ത്രങ്ങളും കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ ചെയ്യുക? എങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന് അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ദുർബലരായ ആളുകൾ ആരാണ് സുഹൃത്തുക്കളെ? അവരോടൊപ്പം നിൽക്കണം എന്നാണ്. ദുർബലത അനുഭവിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കണമെന്നൊരു കാര്യം. മാത്രമല്ല ആ വിശ്വാസത്തിന്റെ ശക്തി സുഹൃത്തുക്കളെ ഈ സംഭവം വായിക്കുമ്പോൾ കാണും. ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കണ്ട് അത് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി കല്ലുകളും കയറുകളും നിലത്തിട്ട് അഭ്യാസം കാണിച്ച മേജിക്കാരുണ്ട്. അവർ ആ മണ്ണിൽ സുജൂദ് ചെയ്യുന്നതാണ് കാണുന്നത്. ആ മാറ്റത്തിന് ആലോചിക്കുക നിങ്ങൾ. ഒരു അമാനുഷികതയെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്ന ആളുകൾ ആ അമാനുഷികമായ സത്യത്തെ സ്വീകരിച്ച് വിശ്വാസികളാകുന്ന വാക്ക് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ വിടുന്ന പ്രശ്നമല്ല എന്നാണ്. ഞങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് നിനക്കെന്തും ഞങ്ങളുടെ മേൽ വിധിക്കാം. ഇഹലോകത്തിലെ നിനക്ക് വിധിക്കാം. ആ ധീരത സുഹൃത്തുക്കളെ ബോധ്യപ്പെട്ടവന്റെ ഒരു ധൈര്യമാണ്. ദീന് ശരിയാന്ന് ബോധ്യപ്പെട്ടവന് ശത്രുവിനെ കുറിച്ച് യാതൊരു പേടിയില്ല. നമ്മളത് സത്യമാണെങ്കിൽ ആ സത്യം നമ്മൾ സ്വീകരിച്ചു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ മരണമല്ലേ സുഹൃത്തുക്കളെ? മരണം സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മരിക്കാതെ സ്വർഗത്തിൽ പോകില്ലല്ലോ. പിന്നെ മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് ക്ഷമയോടെ കാത്തിരുന്നാൽ അതിനൊരു നല്ല പരിസമാപ്തി ഇല്ലാതിരിക്കില്ല. ക്ഷമയോടെ കാത്തിരുന്നാൽ എത്ര സഹിച്ചത്, എത്രയാ അനുഭവിച്ചത്. അവസാനം നാട്ടിന്ന് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ പാടെ കൂടി ആട്ടി ഓടിച്ച് കടലിന്റെ അടുക്കൽ എത്തുന്നത് വരെ എന്തൊക്കെ അനുഭവിച്ചു. പക്ഷെ അവിടെ വെച്ച് ആ പര്യവസാനം എത്ര അനുകൂലമായിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മനസ്സിലായി? അസത്യം ഒരു പക്ഷേ വൈക്കോല് കത്തുന്നമാരി ഇങ്ങനെ എന്ത് നിറങ്ങള് ഏറ്റവും മികച്ചു വരും. പക്ഷെ വൈക്കോല് കത്തിയാൽ എന്താണ്ടാകുക? ചില ആളല് കുറച്ച് സമയം പിന്നെ അണഞ്ഞു പോവുക ചെയ്യും. അസത്യത്തിന്റെ രംഗപ്രവേശനം അതിന്റെ പ്രോജ്വലമായ അവസ്ഥക്ക് കുറഞ്ഞ സമയം. സത്യം നിത്യമായി ശേഷിക്കുമെന്ന വലിയ ആശയം. എന്തെല്ലാം ഗുണപാഠങ്ങളുണ്ട് സുഹൃത്തുക്കളെ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഫിർഔന്റെയും ആ സന്ദർഭങ്ങളിൽ. മാത്രമല്ല അല്ലാഹു ജയിക്കും. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലകിൻ അക്സറന്നാസി ലാ യഅലം. അല്ലാഹു ജയിക്കും. അതുകൊണ്ട് സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിനെതിരെ വരുന്ന ശത്രുക്കളെ കുറിച്ച് പേടിച്ചുറക്കം കിട്ടാത്തൊരവസ്ഥ എന്തിന്? നാം നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചു നൽകുന്നുവെങ്കിൽ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുവെങ്കിൽ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നതാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തപ്പെട്ട ആ ദിനത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ സഹായങ്ങളെ കുറിച്ചും സത്യത്തിന് ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പിൻബലത്തെ കുറിച്ചും ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സമാധാനം നൽകുന്നതാണ് മുഹറത്തിലെ ഈ സന്ദേശം. അള്ളാഹുവിന്റെ ദീൻ ശരിയായി ഉൾക്കൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്.